ഹായ്, ഞാൻ ലിവിൻ ഫ്രം ബിറ്റ്കോയിനിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഫ്ലാഷ് ലോൺ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ഫ്ലാഷ് ലോൺ എന്ന് പറയുന്നത് നമ്മൾ കോമ്പൗണ്ട് അതുപോലെ ആവേ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലാഷ് ലോൺ ഇനിഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, ഫ്ലാഷ് ലോൺ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആവേ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആവേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്രയാണോ വാങ്ങുന്നത് അത്രയും തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ രണ്ട് കംപ്ലീഷൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ വാങ്ങലും വിൽക്കല്, അതായത് നമ്മൾ ബോറോ ചെയ്ത എമൗണ്ട്, അതായത് ഫ്ലാഷ് ലോൺ ഇനിഷ്യേറ്റ് ചെയ്ത സമയത്ത് കിട്ടിയ എമൗണ്ടും പ്ലസ് ഒരു ചെറിയ ഫീസും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചടച്ചിരിക്കണം. ഈ രണ്ട് ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടി എങ്ങനെ ചെയ്യാന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇത് എന്താണ് ഫ്ലാഷ് ലോൺ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആവേയിൽ നിന്ന് ഇപ്പോൾ USDC എന്ന് പറഞ്ഞ കോയിൻ നമ്മൾ പർച്ചേസ് ചെയ്തു. ദെൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോയിൻ അന്ന് തന്നെ അതേ സെയിം ട്രാൻസാക്ഷനിൽ തന്നെ നമ്മൾ തിരിച്ചടച്ചിരിക്കണം. 100 USDC വാങ്ങിയിട്ടുണ്ടെങ്കിൽ 100.05 USDC തിരിച്ച് നമ്മൾ അതേ ട്രാൻസാക്ഷൻ അടച്ചിരിക്കണം. ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയില്ല, അതേപോലെ തന്നെ ഫ്ലാഷ് ലോൺ ആർബിട്രേച്ചർ കംപ്ലീറ്റ് ആവുകയില്ല. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേയിൽ നിന്ന് വാങ്ങിയ USDC വെച്ച് നമ്മൾ യൂണിസ്വാപ്പിലേക്ക് പോയി. യൂണിസ്വാപ്പിൽ നമ്മൾ USDC നേരെ നമ്മുടെ ഈതേറിയാക്കി മാറ്റി. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ ആണ്, ഇത് റിയൽ അല്ല. കാരണം ഓരോ സമയത്തും എക്സ്ചേഞ്ചിൽ തമ്മിലുള്ള വേരിയേഷൻ നമുക്ക് പലതായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഈ ഇതേറിയം കൊണ്ട് നേരെ സൂഷി ഷോപ്പിൽ ചെന്ന് ഇതേറിയം നേരെ വിറ്റ് നമ്മൾ USDC ആക്കി തിരിച്ച് നമ്മൾ AVE കംപ്ലീറ്റ് ചെയ്യും. ഈ നടന്നത് മുഴുവൻ ഒരു ട്രാൻസാക്ഷനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ലോൺ എടുത്ത് ആർബിട്രേച്ചർ ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലി സെക്കൻഡിന്റെ ട്രാൻസാക്ഷൻ വ്യത്യാസത്തിൽ നമുക്ക് പ്രോഫിറ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് ലോണിൽ ഒരിക്കലും കൊളാറ്ററലിന്റെ ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ അസറ്റ് വേണമെന്നില്ല, നമുക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫീസ് മാത്രം ഉണ്ടായാൽ മതി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കൺഫേം പറയാനും പറ്റില്ല, അതുപോലെ തന്നെ നമുക്ക് നഷ്ടം അധികം ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പോൾ ഇതാണ് ഒരു ഫ്ലാഷ് ലോണിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.